Hello, good morning. Good morning. ഇവിടെ കേൾക്കുന്നില്ലേ? Yes, sir. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് കൂടുതലുണ്ട് ആള്, 13 ആളെ കാണുന്നു. ഇന്നലെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സില്? Good morning, sir. കൃഷ്ണകൃപ, നിങ്ങളുടെ പേര് ഇന്നലല്ലോ, ഇന്ന് ഫസ്റ്റാ? Sir, ഞാൻ റെക്കോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടില്ലായിരുന്നോ? റെക്കോർഡ് കിട്ടിയില്ലായിരുന്നു. ഓക്കെ, ഫസ്റ്റ് ബേസിക് ആണ്, ഒന്ന് കേൾക്കണേ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, റെക്കോർഡ് ആപ്പിൽ കിട്ടുന്നില്ല. സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നമ്മൾ ഇന്നലെ ലാസ്റ്റ് നിർത്തിയത് എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞിട്ടാ അല്ലെ? അതിന്റെ ഡ്യുവൽ റോളാ നമ്മൾ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വർഷം തന്നെ, ഒരു വർഷം അഥവാ 23, 24 എന്നുള്ള വർഷം ഒരേ സമയം എന്താണ് 24, 25ന്റെ പ്രീവിയസ് ഇയർ ആണ്. അതേപോലെ തന്നെ 22, 23ന്റെ അസസ്മെന്റ് ഇയർ ആണെന്ന് 23, 24. സോ അതാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് സപ്പോസ് ശ്രദ്ധിക്കണം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂണിഫോം പ്രീവിയസ്. എന്ന് വെച്ച് കഴിഞ്ഞാല് സപ്പോസ് ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കലണ്ടർ ഇയർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അവരുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യാൻ വേണ്ടി കലണ്ടർ ഇയറിൽ ചെയ്യുന്നുണ്ടാവും. നോർമലി ഫിനാൻഷ്യൽ ഇയർ ആണല്ലോ നമ്മൾ ചെയ്യാറ്, പക്ഷെ ചില സ്ഥാപനങ്ങൾ സപ്പോസ് കലണ്ടർ ഇയർ എടുത്തു എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ പറഞ്ഞിരുന്നത്? 2024, 25 അല്ലെ? അപ്പോ സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യൻ ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പൊ കലണ്ടർ ഇയർ ആണ് ആ കമ്പനി ഫോളോ ചെയ്യുന്നത്. അപ്പൊ 2023 ഡാറ്റയാണ് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ അവിടെ ജനുവരിയിൽ 1 ലക്ഷമാണ് എന്ത് ഇൻകം ഉള്ളത്. ദെൻ ഫെബ്രുവരിയിൽ 1 ലക്ഷം, മാർച്ച് 1 ലക്ഷം, അങ്ങനെ എന്ത് ചെയ്തു 12 മാസവും ഓരോരോ ലക്ഷം. സോ ടോട്ടൽ 12 ലക്ഷം. ഓക്കെ, 2024 അങ്ങനെ തന്നെ. 2024 2 ലക്ഷം ആക്കാം. 2 ലക്ഷം ജനുവരി, 2 ലക്ഷം ഫെബ്രുവരി, 2 ലക്ഷം മാർച്ച്, അങ്ങനെ 24 ലക്ഷം ഒരു വർഷത്തില്. സോ 2025 തന്നു എന്ത്, 2025 ഓരോ വർഷവും 3 ലക്ഷം രൂപയാണ് നമുക്ക് എന്തുള്ളത്, ഇൻകം ഉള്ളത്. സോ ടോട്ടല് 12, 3, 36 ലക്ഷം. സോ ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഇയർത്തെ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2023 ഫസ്റ്റത്തെ 3 മാസം അഥവാ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അത് ഏതിന്റെ ഭാഗമാണ്? 22, 23ന്റെ ഭാഗമാണ് അല്ലേ? സോ 22, 23 എങ്ങനെ വരിക? 2022 7 വർഷം 9 വർഷത്തേതുണ്ടാവും. അഥവാ ഏപ്രിൽ ടു ഡിസംബർ 9 മാസത്തെ ഇൻകം ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ തരാത്തോണ്ട് നമ്മൾ എടുത്തിട്ടില്ല. പ്ലസ് എന്തുണ്ടാവും? 23 3 ലക്ഷം. 24, 25 നമ്മൾ എങ്ങനെ കാണാം? കമ്പനി എന്ത് ചെയ്തോട്ടെ, കലണ്ടർ ഇയർ ഫോളോ ചെയ്തോട്ടെ, എന്ത് ഫോളോ ചെയ്തോട്ടെ പ്രശ്നമില്ല. നമ്മൾ എന്താ ചെയ്യാ? നമ്മള് ഒരു പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ടൈമാണ് എന്ത് ഒരു പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. സോ നമ്മള് 24, 25 അപ്പൊ എങ്ങനെ കാണിടാ? 24, 25 അല്ലെങ്കിൽ വേണ്ട 23, 24 എങ്ങനെ കാണാ? 23 ഫസ്റ്റ് 3 മാസം 22, 23 പോകും. ദെൻ ബാക്കി 9 മാസം അല്ലേ? സോ അവിടെ ഓരോ മാസം 1 ലക്ഷം വെച്ചിട്ട്, സോ 9 ലക്ഷം. പ്ലസ് 24 എന്തുണ്ട്? ഫസ്റ്റത്തെ 3 മാസം ഉണ്ടാവും അല്ലെ? അത് 23, 24 ഭാഗമാണ് ഫസ്റ്റത്തെ 3 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്.
സോ ആ 3 മാസത്തിന് ഓരോ മാസം 2 ലക്ഷം വെച്ചിട്ട് 6 ലക്ഷം. സോ ടോട്ടല് 23, 24 ഇൻകം എത്രയാണ്? 15 ലക്ഷമാണ്. ക്ലിയർ? അപ്പൊ 24, 25 24, 25 24 എന്തുണ്ടാവും? 9 മാസം ഉണ്ടാവും. സോ 9 × 12 18 പ്ലസ് മറ്റേടത്ത് 3 വെച്ചിട്ട് 3 മാസം. സോ 9 27 ലക്ഷം. സോ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇൻകം എടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നത് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ കമ്പനി ഏത് ഫോളോ ചെയ്തോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, കമ്പനി കലണ്ടർ ഇയർ ഫോളോ ചെയ്തോട്ടെ, എന്ത് ഫോളോ ചെയ്തോട്ടെ, നമ്മൾ എന്താ ചെയ്യുക? പ്രീവിയസ് ഇയർ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ, അതോ ഏപ്രിൽ ടു മാർച്ച് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? എടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോടാ? സോ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നോക്കിയാൽ വേണ്ട. ഓക്കെ, ഈ എക്സാമ്പിൾ അതാണ് നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിൾ. സിമ്പിൾ. സോ അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ്, മുമ്പ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്, തിയറി ഏരിയ ആണ്. നമ്മൾ പറഞ്ഞത് ഒരു പ്രീവിയസ് ഇയറിലുള്ള ഇൻകത്തിന് അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ പ്രൊസീജിയർ ആണ് അസസ്മെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരു 5 സിറ്റുവേഷന്, ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? അസസ്മെന്റ് ഇയർ വരെ കാത്തിരിക്കൂല. പകരം എന്ത് ചെയ്യും? ഏത് വർഷമാണോ, ഏത് പ്രീവിയസ് ഇയർ ആണോ നമുക്ക് ഇൻകം ഉള്ളത്, ആ വർഷം തന്നെ നമ്മൾ അതിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. നോർമലി നമ്മൾ പ്രീവിയസ് ഇയർ ഉള്ളത് അസസ്മെന്റ് ഇയറിലുള്ള ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യില്ല? അസസ്മെന്റ് ഇയർ വരെ കാത്തിരിക്കൂല. പകരം എന്ത് ചെയ്യുള്ളൂ? പ്രീവിയസ് ഇയറിൽ തന്നെ അതിന്റെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു 5 സിറ്റുവേഷൻ ഉണ്ട്. ഈ സിറ്റുവേഷൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, സോ ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ, ഷിപ്പിംഗ് ബിസിനസ് ഓഫ് എ നോൺ റെസിഡന്റ് പേഴ്സൺ. ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാടാ? ആരാണ് നോൺ റെസിഡന്റ് എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് വരാണ്ട്, അവിടെ നമ്മൾ പഠിക്കും ആരാണ് നോൺ റെസിഡന്റ്, ആരാണ് റെസിഡന്റ് എന്നൊക്കെ. ക്ലിയർ? ഇപ്പൊ ജസ്റ്റ് അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ പോയിന്റിന്റെ കൺസെപ്റ്റ് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല്, സപ്പോസ് ഞാന് അമേരിക്കയിൽ ഉള്ള ഒരാളാണ്. ഓക്കെ, അമേരിക്കയിൽ അവിടുത്തെ കപ്പലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. സോ ഞാൻ നോൺ റെസിഡന്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ്? നോൺ റെസിഡന്റ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോൺ റെസിഡന്റ് ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നെ പറയാട്ടോ. ജസ്റ്റ് നോൺ റെസിഡന്റ് ആണ് അസ്യൂം. ഓക്കെ, സോ ഞാൻ കപ്പൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കപ്പൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലൂടെ എങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയിലൂടെ എങ്ങനെ പാകിസ്ഥാനിലോട്ട് പോവാണെന്ന് കൂട്ടിക്കും. സോ അവർ ഇന്ത്യയിലൂടെ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടായി. ഇന്ത്യയിൽ നിന്ന് അവർക്ക് ഇൻകം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇൻകത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അസസ്മെന്റ് ഇയർ വരെ കാത്തിരിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? അവർക്ക് ആ ഇൻകം ഉണ്ടാകുന്ന പ്രീവിയസ് ഇയർ ഉണ്ടല്ലോ, ആ വർഷം തന്നെ എന്ത് ചെയ്യണം? അതിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം എന്താടാ? അവർ നോൺ റെസിഡന്റ് ആണ്, അവർ ഇന്ത്യക്കാരല്ല. അവർ ഇതിൽ പോകുന്ന സമയത്ത് കിട്ടുന്ന ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് അപ്പൊ തന്നെ നമ്മൾ അവരെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങണം. അല്ലാതെ പിന്നെ അവർ ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞ് പാകിസ്ഥാനിൽ എത്തി അവിടെ ഫുള്ള് സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞ് അവർ നേരെ വീണ്ടും അമേരിക്കയിലിട്ട്, അവർ രാജ്യം അമേരിക്കയല്ലേ, അങ്ങോട്ട് പോയി. പിന്നീട് അവർ അടുത്ത വർഷം വരുമോ ഇന്ത്യയിലോട്ട്? ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം അവിടെ കുറച്ച് എമൗണ്ട് കിട്ടി, അതിന് ടാക്സ് അടച്ചാട്ടി എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഇങ്ങോട്ട് വരുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? കിട്ടുന്ന സമയം തന്നെ എന്ത് ചെയ്യണം? മാക്സിമം അവരുടെ കയ്യിൽ നിന്നും പിടിക്കണം. അതാണ് ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. ഞാൻ എന്ത് ചെയ്യാണ്? ഇന്ത്യയിൽ താമസിക്കുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? വിചാരിക്കാണ് പുറത്തേതെങ്കിലും രാജ്യത്ത് പോയിട്ട് സെറ്റിൽ ആവാം, കാനഡയിൽ പോയിട്ട് സെറ്റിൽ ആവാന്ന് വിചാരിക്കാണ്. സോ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് പോകുന്ന സമയത്ത് ആ പ്രീവിയസ് ഇയർ, ആ പോകുന്നത് വരെയുള്ള പ്രീവിയസ് ഇയർ ഉണ്ടല്ലോ, അവിടെ കിട്ടുന്ന ഇൻകത്തിന് ആ സമയം തന്നെ നമ്മൾ ടാക്സ് അടക്കണം. നെക്സ്റ്റ് വർഷം വരെ കാത്തിരിക്കാൻ പാടില്ല. കാരണം എന്താണ്? അവൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് ടാക്സ് അടക്കാൻ വരുമൊന്നുമില്ല. ഓക്കെ, അപ്പൊ പോകുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം? നമ്മൾ പിടിച്ചിരിക്കണം. പിന്നെ നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ ആണ് AOP, AJP, BOI ഒക്കെ എന്താണ്? ഫോർമഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു സംഭവമാണ്. എന്താണ് AJP, AOP? നമ്മളിപ്പോ പറഞ്ഞിരുന്നു, ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. സപ്പോസ് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇത് ഫോം ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ പർപ്പസ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആ AJP, AOP ഇല്ല, അത് പിരിച്ചു വിട്ടു, അല്ലെങ്കിൽ ആ BOI പിരിച്ചു വിട്ടു. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യാണ്? അവർക്ക് പ്രീവിയസ് ഇയറിൽ ഉണ്ടാകുന്ന ഇൻകത്തിന് അത് അപ്പൊ തന്നെ നമ്മൾ ടാക്സ് അവരെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. കാരണം എന്താണ്? അസസ്മെന്റ് ഇയർ ആകുമ്പോഴേക്കും ചിലപ്പോൾ അവരെ അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഉണ്ടാവില്ല, AOP അങ്ങനെ ഉണ്ടാവില്ല. കാരണം അത് പിരിച്ചു വിട്ടുണ്ടാവും. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയറിൽ പ്രീവിയസ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം
കളക്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ ടാക്സ് കൊടുക്കണം. നാലാമത്തെ ഒന്ന്, പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ പ്രൊവൈഡ് ടു അവോയ്ഡ് ടാക്സ്. ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ടാക്സ് ലയബിലിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ചിലപ്പോ അസറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യണം, അസസിംഗ് ഓഫീസർക്ക് തോന്നിക്കഴിഞ്ഞാൽ അസസിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയറിൽ തന്നെ അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ. ദ ലാസ്റ്റ് വൺ, ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. നമ്മൾ AOP BOI ഒക്കെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്ഥാപനം പൂട്ടി പോകുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രീവിയസ് ഇയറിൽ ആ പൂട്ടി പോകുന്നത് വരെ ഇൻകത്തിന് മുകളിൽ ആ വർഷം തന്നെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് കൊടുക്കണം. കാരണം എന്താ, അടുത്ത വർഷത്തേക്ക് കാത്തു കഴിഞ്ഞാൽ ബിസിനസ് ഉണ്ടാവില്ല. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യും, മൊത്തം എന്ത് ചെയ്യണം, കൊടുക്കണം. ക്ലിയർ? ഈ 5 സിറ്റുവേഷൻ വെരി ഇമ്പോർട്ടന്റ് സിറ്റുവേഷൻ ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നടാ, ഏതൊക്കെയാ? ഫസ്റ്റ് വൺ, നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. യെസ്, ഷിപ്പിംഗ് ബിസിനസ് ഓഫ് നോൺ റെസിഡന്റ്. നെക്സ്റ്റ്, പേഴ്സൺസ് ലീവിംഗ് ഇന്ത്യ. മൂന്നാമത്തെ, AOP BOI AGP ഫോർമഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ അവോയ്ഡ് ടാക്സ് ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്. സിമ്പിൾ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രീവിയസ് ഇയർ ഫോർ അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് ഓഫ് ഇൻകം. ഇത് നമുക്ക് പിന്നീട് പഠിക്കാം. എന്താണ് അൺഡിസ്ക്ലോസ്ഡ്, അതിന് ടാക്സ് ഒക്കെ എങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാം കേട്ടോ. ഇപ്പൊ അടക്കട്ടെ, അതിപ്പോ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഓക്കെ. ഇതുവരെയുള്ള പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ടതാ, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആണ്. സോ നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. അൺഡിസ്ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഫുൾ ഇൻകം കാണിക്കാതിരിക്കും. ഓക്കെ, ചിലപ്പോൾ എന്ത് ചെയ്യും, ആ വലിയൊരു ഇൻകം ഉണ്ടാവും, അത് അവർ കാണിക്കൂല. കാണിച്ചില്ലെങ്കിൽ എന്താണ്, ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് എത്രയും കുറച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, പ്രോഗ്രസീവ് ഇൻ നാച്ചർ ആണ്. ഇൻകം കൂടുന്നവർക്ക് കൂടുതൽ ടാക്സ് വരും. സോ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് അങ്ങനെ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ 1 ടാക്സ് ആണ് വരിക. 1 ടാക്സ് ഏകദേശം 78% ടാക്സ് ഒക്കെ വരും. ഓക്കെ, 78%. ആ ഇൻകം എത്രയാണോ ഇൻകം ടാക്സ് കണ്ടുപിടിക്കുന്നത് അതിന്റെ 78%. 100 രൂപ ഉണ്ടെങ്കിൽ ഏകദേശം 78 രൂപയോളം ടാക്സ് കൊടുക്കേണ്ടി വരും. നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, IFOS എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ അടുത്തത് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ജസ്റ്റ് 2 കാര്യങ്ങൾ. ഒന്ന്, വാട്ട് ഈസ് ക്യാപിറ്റൽ റെസീപ്റ്റ് ആൻഡ് വാട്ട് ഈസ് റവന്യൂ റെസീപ്റ്റ്. നിങ്ങൾക്ക് അറിയുന്ന സംഭവം തന്നെ ആയിരിക്കും. എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ്, എന്താണ് റവന്യൂ റെസീപ്റ്റ്. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ്, എന്താണ് റവന്യൂ റെസീപ്റ്റ്? എന്താടാ, റവന്യൂ നാച്ചുറൽ ആയിട്ടുള്ള ഇൻകങ്ങളെയാണ് നമ്മൾ റവന്യൂ റെസീപ്റ്റ് എന്നും, ക്യാപിറ്റൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻകങ്ങളെയാണ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്താണ്, എന്റെ ഒരു ലാൻഡ് സെയിൽ ചെയ്തു. സോ അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫർണിച്ചർ കൊണ്ടുപോയി വിറ്റു. സോ അത് ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ക്ലിയർ? അല്ലെങ്കിൽ എനിക്കൊരു ബിസിനസ് ഉണ്ട്. എന്ത് ബിസിനസ് ആണ്? ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ടെന്ന് കൂട്ടി. സോ അവിടുത്തെ ഡ്രസ്സ് വിൽക്കുന്നത് എന്താണ്, റവന്യൂ റെസീപ്റ്റ്. സോ അതവിടെ റവന്യൂ നാച്ചുറൽ ആണ്. അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത്, സോ അത് റവന്യൂ എക്സ്പെൻസ് ആണ്. ക്ലിയർ? സിമ്പിൾ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, ആ ഫർണിച്ചർ കടയിൽ എന്തുണ്ട്, മുന്നിൽ തന്നെ നല്ലൊരു ടേബിള് വെച്ചിരുന്നു, ടേബിള്. സോ ആ ടേബിൾ എടുത്തിട്ട് വിറ്റു. സോ ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അത് എന്താണ്, ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. ക്ലിയർ? സോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താണ് ക്യാപിറ്റൽ റെസീപ്റ്റ്, എന്താണ് റവന്യൂ റെസീപ്റ്റ്. സോ ക്യാപിറ്റൽ നാച്ചുറൽ ഉള്ളതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്, റവന്യൂ നാച്ചുറൽ ഉള്ളതാണ് റവന്യൂ റെസീപ്റ്റ്, റവന്യൂ പേയ്മെന്റ്. ക്യാപിറ്റൽ റെസീപ്റ്റ്, ക്യാപിറ്റൽ പേയ്മെന്റ്. സിമ്പിൾ. നെക്സ്റ്റ് വൺ, ഡൈവേഷൻ വിസസ് അപ്ലിക്കേഷൻ ഓഫ് ഇൻകം. എന്താ ഡൈവേഷൻ എന്ന് പറഞ്ഞാല്, ഡൈവേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനും റിഫയും ശ്രിൻസിയും ഞങ്ങൾ 3 ആളും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യാണ്, 3 ആളും കൂടെ കൂടിയിട്ട് ഒരു ബുക്ക് എഴുതി. ബുക്കിന്റെ പേരെന്താടാ, ഒരു എന്തെങ്കിലും ഒരു ബുക്ക്. ഓക്കെ,
ഒരു ഇൻകം ടാക്സ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ടോ ഒരു ബുക്ക് എഴുതി. ഓക്കെ, ഞാനും ശ്രിൻസിയും റിഫയും കൂടെ ശരിക്കും ശ്രദ്ധിക്കണേ. സോ ഇതില് ഏകദേശം 50% എന്റെ കോൺട്രിബ്യൂഷൻ ആണ്. 50% എന്റെ കോൺട്രിബ്യൂഷൻ ആണ് ബുക്കില്. 25% റിഫയാണ്, 25% ശ്രിൻസി ആണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ബുക്ക് എഴുതി. അപ്പോ നമ്മളെ ബുക്ക് കണ്ടപ്പോ ആർക്കും ഭയങ്കര ഇഷ്ടമായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അഥവാ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ ICMAക്ക്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അവരെന്ത് ചെയ്തു, നമ്മോട് പറഞ്ഞു ഞങ്ങൾ ഇനി എന്ത് ചെയ്യാം, ബുക്ക് അടിക്കാം. നമ്മളുടെ കയ്യിൽ നിന്ന് അവരെന്ത് ചെയ്തു, റോയാലിറ്റി വാങ്ങി. ക്ലിയർ, റോയാലിറ്റി വാങ്ങി. ശരിക്കും ശ്രദ്ധിക്കണേ, റോയാലിറ്റി വാങ്ങി. അപ്പൊ ഈ റോയാലിറ്റി അവര് ആര് വാങ്ങി, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വാങ്ങി. സോ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് എന്ത് ചെയ്തു, 5 ലക്ഷം രൂപയാണ് അതിന് നമുക്ക് തന്നത്. ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ. ഓക്കെ, അതെന്താണ്, എന്റെ കയ്യിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത്, എന്റെ കയ്യിലാണ് തന്നത്. ഓക്കെ, കാരണം റിഫക്കും ശ്രിൻസിക്കും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അത്ര വലിയൊരു ബന്ധമില്ല. സോ എന്റെ കയ്യിലാണ് നല്ല ബന്ധമുള്ളത്, ഞാനും ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് ബന്ധമുള്ളത്. സോ എന്റെ കയ്യിലാണ് കൊണ്ടുവന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരാളെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ, സോ എന്റെ അടുത്ത് കൊണ്ടുവന്ന് തരുന്ന സമയത്ത് 5 ലക്ഷം രൂപയാണ് എന്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നത്. സോ ഈ 5 ലക്ഷം രൂപ എന്റെ ഇൻകം ആണോ? അതിന് മുകളിൽ ഞാനാണോ ടാക്സ് അടക്കേണ്ടത്? ആണോ? അല്ല, ഈ 5 ലക്ഷത്തിന് മുകളിൽ ഞാൻ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. സംഭവം വരുന്നത് എന്റെ കയ്യിലാണ്, ഇൻകം എനിക്കാണ് വരുന്നത്. പക്ഷെ എന്നാ പോലും ഞാനല്ല ഇതിന്റെ മുകളിൽ ടാക്സ് അടക്കേണ്ടത്. പകരം എന്താണ്, ഇതിന്റെ 2.5 ലക്ഷം എനിക്കുള്ളൂ. ഇവിടെയാണ് ബാക്കി 1.25, ഇവിടെയാണ് 1.25. ക്ലിയർ. 5 ലക്ഷം എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോൾ എന്റെ ഇൻകം ആണ്. പക്ഷെ ഞാൻ 5 ലക്ഷത്തിന് മുകളിൽ അടക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്താൽ മതി, അതിന് എന്റെ പാർട്ടിന്റെ അടച്ചാൽ മതി. ബാക്കിയുള്ളവര് അതാത് ആളുകളാണ് അതിന്റെ ടാക്സ് അടക്കേണ്ടത്. ഇതാണ് ഡൈവേർഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഓൺ അപ്ലിക്കേഷൻ. ഇനി ഈ ബുക്ക് ചെയ്തത് റിഫൈ ഒന്നും ശ്രിൻസി ഒന്നുമില്ല, ഞാൻ ഒറ്റക്ക ബുക്ക് ചെയ്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന 5 ലക്ഷം രൂപ എനിക്ക് ഒറ്റക്കുള്ളതല്ലേ ആണ്. ഇനി ഇതിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ശ്രിൻസി ഞാൻ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ ശ്രിൻസിയുടെ കല്യാണം വരികയാണ്. ഓക്കെ, സപ്പോസ് ഞാൻ ജസ്റ്റ് എക്സാമ്പിളിൽ അവരുടെ പേര് പറയുന്നേ ഉള്ളൂ കേട്ടോ. കല്യാണം നടക്കുകയാണ്. സോ ആ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം, ശ്രിൻസിയോട് കൊണ്ടുപോയിട്ട് ഞാൻ 5 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്തു. ശ്രിൻസി കൊടുത്തു. ഞാൻ പറഞ്ഞു കല്യാണമല്ലേ, ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും, സോ നീ എടുത്തോ. 5 ലക്ഷത്തിൽ നിന്ന് 2 ലാക്ക് കൊടുത്തു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ അവിടെ ഞാൻ ബാക്കി 3 ലക്ഷത്തിന് മുകളിൽ ടാക്സ് അടച്ചാൽ പോരെ? 3 ലക്ഷത്തിന് മുകളിൽ ടാക്സ് അവിടെ അതല്ല എന്റെ ഇൻകം ഉള്ളൂ. അല്ല, ഇവിടെ എന്താണ്, 5 ലക്ഷത്തിന് മുകളിൽ ഞാൻ ടാക്സ് അടക്കണം. കാരണം ഈ 5 ലക്ഷവും എന്റെ ഇൻകം ആണ്. എന്റെ ഇൻകത്തിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നതാണ്, സ്പെൻഡ് ചെയ്യുന്നതാണ് 2 ലാക്ക്. ക്ലിയർ ആണോ? ഫസ്റ്റ് കേസിൽ എങ്ങനെയായിരുന്നു, കിട്ടിയ 5 ലക്ഷവും എന്റെ ഇൻകം അല്ല, അതിലും ബാക്കിയുള്ളവരുടെ പോർഷനും കൂടെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താണ്, ഈ 5ഉം എന്റേതാണ്. 5ൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നതാണ്, സ്പെൻഡ് ചെയ്യുന്നതാണ് 2 ലാക്ക്. സോ ബാക്കി 3 ലാക്കിന് മുകളിൽ ടാക്സ് എന്നല്ല. ഓക്കെ, ഇവിടെ 5 ലാക്സിന് മുകളിൽ ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് കൊടുത്തോളം. ഇതാണ് എന്ത്, അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണോടാ? 2 പോയിന്റ് ക്ലിയർ ആണോ? ഇതൊക്കെ പറയുന്നത് എന്തിനാ വെച്ചാൽ മുമ്പൊക്കെ പോകുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ ഈ പോയിന്റുകളൊക്കെ ചിലപ്പോൾ കേൾക്കാം. ഓക്കെ, സോ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ സർ. ഓക്കെ, സോ ഇനി വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇൻകം ടാക്സിലെ ടാക്സ് റേറ്റുകൾ എത്രയാ. ഇൻകം ടാക്സിലെ ടാക്സ് റേറ്റുകൾ. സോ ഇൻകം ടാക്സിൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളുടെ ടാക്സ് കാൽക്കുലേഷൻ ഇതൊക്കെ വരുന്നത്. സോ വെരി ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ ഇൻകം ടാക്സിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. 2 ഓപ്ഷൻ ഉണ്ട്. മുമ്പൊക്കെ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഒരു ഓപ്ഷൻ ഉള്ളായിരുന്നു. ഇപ്പൊ 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 2-3 അറ്റംപ്റ്റ് ഇങ്ങോട്ട് 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു ഓപ്ഷനാണ് 115 BAC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഇതിനെ ഡിഫോൾട്ട് ടാക്സ് റെജിം എന്ന് പറയും. ഡിഫോൾട്ട് ടാക്സ് റെജിം അല്ലെങ്കിൽ എന്താണ്, ഓപ്ഷണൽ ടാക്സ് റെജിം അല്ലെങ്കിൽ ഓൾഡ് സ്കീം അല്ലെങ്കിൽ ഓപ്ഷണൽ ടാക്സ് റെജിം.
ഓക്കെ, ഈ രണ്ട് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നേതാണ് 115 BAC അഥവാ ഡിഫോൾട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ. അപ്പൊ നമ്മൾ ഇൻകം ടാക്സിന്റെ സൈഡിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ നോർമലി ഏതായിരിക്കും ഉണ്ടാവുക, ഡിഫോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനിലും ഒന്നും പറഞ്ഞിട്ടില്ല, ഏത് മെത്തേഡിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിലാണ് കാണേണ്ടത് 115 BAC ഡിഫോൾട്ട്. കാരണം അതാണ് നമ്മളുടെ ബേസിക് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ക്ലിയർ? പിന്നീട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. നമുക്ക് എന്തുണ്ട്, മുമ്പ് ഒരു സ്കീം ഉണ്ടായിരുന്നു, ആ സ്കീം ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓപ്റ്റ് ചെയ്തിട്ട് ഇതിലും കണ്ടെത്താം. സോ നമുക്ക് ഇൻകം കാൽക്കുലേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് രൂപത്തിലും ചെയ്തിട്ട് അസസിക്ക് ഏതാണോ ബെനിഫിറ്റ്, ആ ബെനിഫിറ്റ് ഉള്ളത് എന്ത് ചെയ്യാം, അവന് ചൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ക്ലിയർ? സോ നമുക്ക് രണ്ട് രൂപത്തിലും എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് പഠിക്കാനുണ്ട്. ക്ലിയർ ആണല്ലോടാ? ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫോൾട്ടില് അഥവാ നമ്മളുടെ ഓൾഡ് സ്കീമില്, സോറി 115 BAC അഥവാ ന്യൂ സ്കീം അല്ലെങ്കിൽ ഡിഫോൾട്ട്, ഇതിലെങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ? സോ അതിൽ ഫസ്റ്റ് ശരിക്കും ശ്രദ്ധിക്കണം, ഒരാളുടെ ഇൻകം അപ് ടു 3 lakh വരെ അവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. സോ നില്ല്. 3 to 7, 3 lakh to 7 lakh 5%, 7 to 10 lakh 10%, 10 lakh to 12 lakh 15, 12 lakh to 15 lakh 20, above 15 30%. സോ ഇതാണ് അവിടുത്തെ നമ്മളുടെ ടാക്സ് അഥവാ ഡിഫോൾട്ട് ടാക്സ് റെജിമിലെ ടാക്സ് ആണ് ഈ പറയുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ വിളിക്കുക സ്ലാബ് റേറ്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കടാ? സ്ലാബ് റേറ്റ് കേട്ടോ. ഓക്കെ, സോ സ്ലാബ് എന്നാണ് നമ്മൾ ഇതിനെ പറയാ. അപ്പോ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് പ്രോഗ്രസീവ് ഇൻ നാച്ചർ ആണ്. കാരണം നിങ്ങൾ ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കൂടുന്നതുണ്ടോ? ഓക്കെ, സിമ്പിൾ. സോ ഫസ്റ്റ് 3 lakh നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ ശരിക്കും ശ്രദ്ധിക്കണം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. എന്റെ ഇൻകം എത്രയാണോ, 1.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ. ഓക്കെ, അതൊക്കെ ഒരു വർഷത്തിൽ ഇൻകാട്ടോ ഇവിടെ പറയുന്നത്. ഒരു വർഷത്തിൽ 1.5 ലക്ഷമാണ്. സോ ഞാൻ ടാക്സ് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം എന്താ, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ. എനിക്ക് ടാക്സ് ഇല്ല. ഇനി ഉണ്ടോ? കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്താണ്, ഓക്കെ എന്റെ ഇൻകം വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്, 3 to 7 കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇൻകം കൊടുക്കണം. സോ ഇൻകം അല്ല, ടാക്സിന് ഇൻകത്തിന് മുകളിൽ ടാക്സ് കൊടുത്തോളണം. ഓക്കെ, എങ്ങനെ കൊടുക്കുക, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 4 lakh മുകളിൽ നേരെ 5% അല്ല, കാരണം ഈ കാറ്റഗറിയിലല്ലേ വരുന്നത്. അങ്ങനെയല്ല, ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ പോകേണ്ടത്. എങ്ങനെ പോവാം? 4 lakh ഇൻകം ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് 3 lakh, സോ അപ് ടു 3 lakh വരെ നമുക്കറിയാം ടാക്സ് വേണ്ട. സോ ടാക്സ് ഇല്ല. 3 to 4 lakh, ആ 1 ലക്ഷം ഉണ്ടല്ലോ, ആ 1 ലക്ഷത്തിന് മുകളിൽ മാത്രമേ നമുക്ക് ടാക്സ് വരുന്നുള്ളൂ. ക്ലിയർ? സോ ആ 1 ലക്ഷത്തിന് മുകളിലാണ് 5% വരുന്നത്. സോ 5000. അപ്പൊ എന്റെ ടാക്സ് 5000. ക്ലിയർ ആണോ? അപ്പൊ ഇനി എന്റെ ഇൻകം എത്ര ഉണ്ട്? ഒരു 8 ലക്ഷം രൂപ ഉണ്ടെന്ന് കൂട്ടി. 8 ലക്ഷം രൂപ അങ്ങനെയാണെന്നുണ്ടെങ്കിലോടാ, ഫസ്റ്റ് 3 lakh ടാക്സ് ഉണ്ടോ? ഇല്ല. സോ അപ് ടു 3 lakh നില്ല്. 3 to എത്രയാ, 7 lakh, അവിടെ ഉള്ള ഒരു 4 ലക്ഷം ഉണ്ടല്ലോ, അവിടെ 4 ലക്ഷം അല്ലേ ഉള്ളത്, അതിന്റെ മുകളിൽ 5%, നമുക്കറിയാം 5%. സോ 4 ലക്ഷത്തിന് 5% എന്ന് പറയുമ്പോൾ 20,000. ഓക്കെ, നമ്മളുടെ ഇൻകം ഇവിടെ 8 ലക്ഷം അല്ലേ പറഞ്ഞത്. സോ ഏത് കാറ്റഗറിയാ? 7 to 10 കാറ്റഗറി. അപ്പൊ ഇനിയും 1 ലക്ഷം കൂടെ ബാക്കിയുണ്ട്. 7 ലക്ഷം വരെ നമ്മൾ ടാക്സ് കൊടുത്തു, ഇനി 1 ലക്ഷം ബാക്കിയുണ്ട് അല്ലേ? 8 - 7 1 ലക്ഷം കൂടെ ബാക്കിയുണ്ട്. സോ ആ 1 ലക്ഷത്തിന് മുകളിൽ എത്ര ശതമാനടാ? 10%. സോ 10,000. ടോട്ടൽ എന്റെ ടാക്സ് 30,000. ക്ലിയർ ആണോ? ഇനി സപ്പോസ് 20 ലക്ഷം ആണെന്നുണ്ടെങ്കിലോ, അപ് ടു 3 lakh നില്ല്. 3 to 7, ആ 4 lakh, അവിടെയുള്ള 4 lakh നമ്മൾ 5% 20,000.
7 to 10 ഇവിടെ ഉള്ള ഈ 3 lakhന്റെ മുകളിൽ 10% 30,000. 10 to 12 ഇവിടെ ഉള്ള ഈ 2 ലക്ഷത്തിന് മുകളിൽ 15%, സോ 30,000. 12 to 15 അല്ലെ, അവിടെയുള്ള 3 ലക്ഷത്തിന് മുകളിൽ 20%, സോ 60,000. 12 to 15 60,000. എബോവ് 15 30%. എബോവ് 15 എത്ര ഉണ്ടടാ? അവരുടെ എക്സാമ്പിൾ എടുത്തത് 20 ലക്ഷം അല്ലേ, സോ 20 ലക്ഷം ആകുമ്പോ എബോവ് 15 5 ലക്ഷം, സോ 5 ലക്ഷത്തിന് 30% 1.5 ലക്ഷം. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 1.5 പ്ലസ് 60 2 10 2 10 30 2 40 30 2 70 20 2,90,000 രൂപ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് ആ പ്രോഗ്രസീവ് നാച്ചർ എങ്ങനെയാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഇനി ശരിക്കും ശ്രദ്ധിക്കണേ. ഇപ്പൊ നമ്മളിവിടെ 4 lakhന്റെ മുകളിൽ കണ്ടപ്പോ 5,000 ടാക്സ് കിട്ടി. 8 ലക്ഷത്തിന് മുകളിൽ കണ്ടപ്പോ എത്രയായിരുന്നു? 30,000. 30,000 ടാക്സ് കിട്ടി. 20 ലക്ഷത്തിന് മുകളിൽ കണ്ടപ്പോ 2,90,000 ടാക്സ് കിട്ടി ഇല്ലേ? സോ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ടാക്സിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4% കൂടെ ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യേണ്ടത്? 4%. അതെന്താ സാർ പറയാം. 4 പ്ലസ് 4% സെസ് എന്നുള്ള പേരിലാണ് ആഡ് ചെയ്യട്ടോ. സെസ് അത് ഏത് ഇൻകം ആയിക്കോട്ടെ, ടാക്സ് ലയബിലിറ്റി കണ്ടോ അതിന്റെ കൂടെ സെസ് ആഡ് ചെയ്യണം. ക്ലിയർ? അത് ഈ 4 lakhന്റെ കേസ് ആയാലും ആഡ് ചെയ്യണം, 8 lakhന്റെ കേസ് ആയാലും ആഡ് ചെയ്യണം, 20 lakhന്റെ കേസ് ആയാലും ആഡ് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത സ്കീം പറയും അവിടെയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. സോ അത് എവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യണം. ക്ലിയർ? സെസ് നമ്മൾ ആഡ് ചെയ്യണം. ഹലോ, ക്ലാസ്സിലാണ് ഇല്ലല്ലോ. എന്താ എയർപോർട്ട് പോകേണ്ടവരോട് കൊണ്ടുപോകാം. അല്ല നമ്മൾ അറിയിക്കോ പറഞ്ഞു അത് കൊടുക്കാനോ സ്കൂളത്തെ മാറിയിട്ടേക്കോ, അല്ല നമ്മളെ മറ്റേ മാറിയിട്ടേക്കോ നമുക്ക് CNG അടുത്തോ ഇതൊക്കെ തോന്നുന്നില്ല. ഞാൻ എന്താ രാത്രി തന്നെ കൊണ്ടുപോയതല്ലോ. ഓക്കെ, സോറി കോൾ വന്നു. ഓക്കെ, സോ ഏത് കേസ് ആണെന്നുണ്ടെങ്കിലും 4 lakhന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും 8 lakhന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും 20 lakhന്റെ കേസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന കേസ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ ഓൾഡ് സ്കീം പഠിക്കാണ്ടല്ലോ. സോ അതൊക്കെ ഏതാണെന്നുണ്ടെങ്കിലും ശരി, സെസ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എത്ര ആഡ് ചെയ്യേണ്ടത്? 4%. എന്തിന്റെ മുകളിൽ 4%? ടാക്സ് ലയബിലിറ്റിയുടെ മുകളിൽ 4%. അവിടെ നമ്മൾ ഇൻകത്തിന്റെ മുകളിലല്ല എടുക്കുക. ടാക്സ് ലയബിലിറ്റി ഇവിടെ നമ്മൾ ഓൾറെഡി 2,90,000 കണ്ടെത്തിയിട്ടില്ലേ? ഇതല്ലേ നമുക്ക് ടാക്സ് ലയബിലിറ്റി ഉള്ളത്. സോ ഇതിന്റെ മുകളിൽ 4% കൂടെ ആഡ് ചെയ്യണം. ഇവിടുത്തെ കേസിലോ ഈ 30,000 മുകളിൽ 4% ആഡ് ചെയ്യണം. ഇവിടെ 5,000 മുകളിൽ 4%. സോ ടാക്സ് ലയബിലിറ്റിയുടെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സെസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോടാ? എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കാണേണ്ടത് എന്നുള്ളത്? സോ സെസ് എന്ന് പറഞ്ഞാൽ 4% ആണ്. അതിന് ഇതുണ്ട്. 1% എഡ്യൂക്കേഷൻ സെസ്, 2% ഹയർ എഡ്യൂക്കേഷൻ സെസ്, ബാക്കി 1% ഹെൽത്ത് സെസ്, അങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ എക്സാമിൽ അങ്ങനെ എന്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓരോന്ന് വേറെ വേറെ ആക്കി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി, സെസ് 4% എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ക്ലിയർ? അല്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോന്ന് വേർതിരിച്ച് എഴുതേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആണോടാ? സോ സെസ് 4% എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ ആണോ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ അല്ലേടാ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്ലിയർ സർ. ഓക്കെ, സോ
സെസ് എന്ത് ചെയ്യണം? ഇൻകത്തിന് ടാക്സ് ലയബിലിറ്റിയുടെ മുകളിൽ 4%. അതില് 1% ഹെൽത്ത് സെസ് ആട്ടോ. 1% ഹെൽത്ത് ആണ്, 1% എഡ്യൂക്കേഷൻ സെസ് ആണ്, 2% ഹയർ എഡ്യൂക്കേഷൻ സെസ് ആണ്. സോ അങ്ങനെ കാറ്റഗറി വൈസ് ആണുള്ളത്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ല, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ല, ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം ചെയ്താൽ മതി, നേരെ സെസ് 4% എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മതി. ക്ലിയർ, സിമ്പിൾ. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ പുതിയ സ്കീമിൽ അഥവാ 115 BSc അല്ലെങ്കിൽ ഡിഫോൾട്ട്, ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ടുള്ളത് അഥവാ ഇപ്പൊ നോർമലി ആയിട്ടുള്ളത് ഇതാണ്. ഓക്കെ, ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നമ്മള് നിങ്ങൾക്ക് നോട്ട് ഇന്നലെ വിട്ടുന്നുണ്ടാവും തോന്നുന്നു, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലാബ് എന്ന് പറയും. ഓക്കെ, ഇനി ഓൾഡ് സ്കീമിൽ, സോ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാട്ടോ. ഓൾഡ് സ്കീമില് ടാക്സ് ലയബിലിറ്റി കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ആളുകളെ നമ്മൾ അവിടെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവിടെ ഏജിന്റെ ബേസിൽ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏജിന്റെ ബേസിൽ 3 ആയിട്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അപ് ടു 60 ഏജ്, അപ് ടു 60 ഇവരെ നമ്മൾ സിറ്റിസൺ എന്നാ വിളിക്കുക. ഇവിടെയോ 60 to 80 ഇവരെ നമ്മൾ സീനിയർ സിറ്റിസൺ എന്നാ വിളിക്കുക. then 80 above നമ്മൾ എന്താ വിളിക്കുക? സൂപ്പർ സീനിയർ സിറ്റിസൺ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? സൂപ്പർ സീനിയർ സിറ്റിസൺ. ഓക്കെ, അപ്പോ ഓൾഡ് കാറ്റഗറിയിൽ ഇത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. 60 വരെയുള്ള ആളുകളെ സിറ്റിസൺ എന്ന് വിളിക്കും. 60 to 80 സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയറിന് എബോവ് 80. ഈ 3 പേർക്ക് 3 രൂപത്തിലാണ് എന്ത് വരുന്നത്? ടാക്സിന്റെ സ്ലാബ് വരുന്നത്. അപ്പൊ പുതിയ സ്കീമിലോട്ട് നമ്മൾ നേരത്തെ പഠിച്ച അവിടെ എങ്ങനെ ഏജിന്റെ കാറ്റഗറി ഒന്നുമില്ല, അവിടെ എല്ലാവർക്കും ഒരേപോലെ. ക്ലിയർ, എല്ലാവർക്കും അപ് ടു 3 lakh വരെ ടാക്സ് ഇല്ല. 3 to 7 എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഡിസംബറിൽ എക്സാം ചെയ്തവർക്ക് 3 to 6 ആയിരുന്നു. ഓക്കെ, അതിൽ എഴുതിയവരുണ്ടാവും, അവർക്ക് അറിയുന്നുണ്ടാവും. 3 to 6 ആയിരുന്നു, 6 to 9, 9 to 12 അങ്ങനെ പോയിരുന്നത്. ഓക്കെ, കാരണം അത് മാറി, കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് മാറി. ഇപ്പൊ 3 to 7 ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇൻകം ടാക്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടിയിട്ടില്ല, അതിന് അടുത്ത പ്രാവശ്യം ഇൻകം ടാക്സിൽ ചേഞ്ച് വരും. ഓക്കെ, സോ അവിടെ ആ ഒരൊറ്റ സ്കീമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരൊറ്റ സ്ലാബേ ഉള്ളൂ. അവിടെ ഏജ് കാറ്റഗറി ഇല്ല, അവിടെ എല്ലാവർക്കും ഒരേപോലെ. ക്ലിയർ. ഓൾഡ് സ്കീമിലാണ് എന്തുള്ളത്? ഓൾഡിലാണ് എന്തുള്ളത്? ഏജിന്റെ കാറ്റഗറി ഉള്ളത്. അപ്പൊ ഇനി ഇവിടെ എങ്ങനെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ് ടു 60 ഉള്ള ആളുകൾക്ക് 2.5 lakhs വരെ ടാക്സ് വേണ്ട. അപ് ടു 2.5 lakhs നില്ല്. 2.5 to 5 lakhs 5%. Okay, 5 lakhs to 10 lakh 20%. Above 10 lakh 30%. Clear. 60 to 80 ആണെന്നുണ്ടെങ്കിലോ അവര് കുറച്ചും കൂടെ ഏജ് ആയില്ലേടാ, കുറച്ചും കൂടെ ഏജ് ആയില്ലേ? സോ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലാക്സേഷൻ കൊടുക്കുകയാണ്. എങ്ങനെ കൊടുക്കുന്നത്? അപ് ടു 3 lakh വരെ ടാക്സ്. ഓക്കെ, 2.5 3 lakh ആക്കി. 3 lakh to 5 lakhs 5%. 5 lakhs to 10 lakh 20%. Above 10 lakh 30%. സിമ്പിൾ. ആ 2.5 ഉള്ളത് 3 ആക്കി മാറ്റി, അത്രേ ഉള്ളൂ. ഇനി എബോവ് 80 ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലോ കുറച്ചുകൂടെ ഏജ് ആയില്ലേടാ, കുറച്ചുകൂടെ ഏജ് ആയില്ലേ? അപ്പൊ അവർക്ക് എന്താണ്? ചെറിയ റിലാക്സേഷൻ കൂടെ കൊടുക്കാണ്. അപ് ടു 5 lakhs വരെ ടാക്സ് വേണ്ട. ഓക്കെ, then 5 lakhs to 10 lakh നമ്മളിവിടെ പഠിച്ച അതേപോലെ തന്നെ 20%. അവർക്ക് ആ 5% കാറ്റഗറി വരൂല, കാരണം അത് ടാക്സ് ഇല്ല. then above 10 lakh 30%. എല്ലാത്തിനും കൂടെ അവസാനം എന്തുണ്ടാവും? സെസ് ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് കോമൺ ആണ്. അതിന് കമ്പനിയുടെ ആയാലും HUF ആയാലും ആരുടെ ടാക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സെസ് ആഡ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഓക്കെ, അത് കോമൺ ആണ്. അതിനിങ്ങനെ എപ്പോഴും പറയൊന്നുമില്ല, അത് കോമൺ ആണ്. ഓക്കെ, അപ്പൊ ഓൾഡ് സ്കീമിൽ ഈ രൂപത്തിലാണ്. ഇവിടെ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സപ്പോസ് 10 lakh ഉള്ള കേസാണ്. ഓക്കെ, ഫസ്റ്റ് അപ് ടു 60 സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 2.5 lakhs വരെ ടാക്സ് വേണ്ട. 2.5 lakhs to 5 lakhs വരെ ആ 2.5 ലക്ഷം ഉണ്ടല്ലോ,
അതിന് മുകളിൽ 5%, സോ 12,500. ഞാൻ ജസ്റ്റ് ഇവിടെ എമൗണ്ട് എഴുതുന്നുള്ളൂ, 12,500. 5 lakhs to 10 lakh 5 ലക്ഷം എവിടെ? സോ അതിന് മുകളിൽ 20%. ക്ലിയർ? 1 ലക്ഷം രൂപ. എത്രയുടെ ഇൻകം പറഞ്ഞ എക്സാമ്പിളില്? 10 ലക്ഷം ഇൻകം പറഞ്ഞ്. ഓക്കെ, ദെൻ ഇവിടെ അപ്പൊ ടോട്ടൽ 1,12,500. ഓക്കെ, ഇനി ഒരു 15 ലക്ഷം ഉള്ള ആളാണ്, അയാളുടെ വയസ്സ് 75 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3 lakh വരെ ടാക്സ് വേണ്ട. 3 to 5 lakhs. ആ 2 ലക്ഷത്തിന് മുകളിൽ 5%. അപ്പൊ എത്ര വരും? 10,000. ഓക്കെ, 5 lakhs to 10 lakhs ആ 5 ലക്ഷത്തിന് മുകളിൽ 20%, സോ 1 ലക്ഷം. അപ്പൊ 1.10 ആയിപ്പോ. ഇനി അബവ് 10 lakhs അഥവാ 15 ലക്ഷം എക്സാമ്പിളില് 5 ലക്ഷം ഉണ്ട്, അതിന് 30%, 1.5 ലക്ഷം. സോ 1.5 ലക്ഷം പ്ലസ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു 1,10,000, ടോട്ടൽ 2,60,000 ടാക്സ് ലയബിലിറ്റി. ക്ലിയർ? അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച അതേപോലെ തന്നെയാണ് കാൽക്കുലേഷൻ ഒക്കെ. പക്ഷെ ഇവിടെ എന്തുണ്ട്? ഏജന്റ് കാറ്റഗറിയിൽ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സപ്പോസ് ക്വസ്റ്റ്യനിൽ പറയാണ് റെസിഡന്റിന്റെ ആണ് ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് ടാക്സ് ലയബിലിറ്റി ഓഫ് നോൺ റെസിഡന്റ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള നമുക്ക് പിന്നെ പറയാം. ക്വസ്റ്റ്യനിൽ പറയാണ് നോൺ റെസിഡന്റിന്റെ ടാക്സ് ലയബിലിറ്റി ആണ് കാണാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അയാളുടെ ഏജ് എത്ര ആയിക്കോട്ടെ, അയാൾക്ക് ഈ ഒരു സ്ലാബ് മാത്രം അപ്ലിക്കബിൾ ആവുള്ളൂ കേട്ടോ. ഈ ഒരു സ്ലാബ് മാത്രം, എത്ര ഏജ് ആയിക്കോട്ടെ. അയാൾക്ക് 110 ഉണ്ട്, ഈ ഒരു സ്ലാബ് മാത്രം 2.5 ലക്ഷത്തിന്റെ. അപ്പൊ 80 ലാഖിൽ കൂടുതലില്ല, അല്ല 80യേക്കാൾ കൂടുതൽ ഏജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് അപ്ലിക്കബിൾ ആവൂല. ഏത് മാത്രം അപ്ലിക്കബിൾ ആവുള്ളൂ? 2.5 lakhs. അയാൾക്ക് ഏജിന്റെ റിലാക്സേഷൻ കൊടുക്കുന്നില്ല. നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഏജിന്റെ റിലാക്സേഷൻ ഇല്ല. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? അപ്പൊ ഈ 2 രൂപത്തിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ സാർ ഇങ്ങനെ 2 സ്കീമൊക്കെ? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഈ 2 സ്കീമിൽ 2 ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത്. ഇല്ലേ? ഇഷ്ടമുള്ളത് ഒപ്റ്റ് ചെയ്താൽ മതി. ഇല്ലേടാ? ഉണ്ട്. സോ നമ്മൾ നോക്കാം. നമുക്ക് നിങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഏതാടാ ലാഭമായിട്ട് തോന്നുന്നത്? ഏത് സ്കീം ആയിരിക്കും? ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? സസി സംബന്ധിച്ചിടത്തോളം ടാക്സ് കുറയുന്നത് ഏതിലായിരിക്കും? അതല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭം ഉണ്ടാവുക. നമ്മൾ അതല്ലേ നോക്കുന്നത്. സോ നിങ്ങളുടെ ഒരു വ്യൂല് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്കീമിലായിരിക്കും ഏജ് ഒരു 30-35 വയസ്സുള്ള ആളാണെന്ന് കൂട്ടിക്കും, അയാൾക്ക് 2 സ്കീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ എത്ര ഇൻകം ഉണ്ട്? ഒരു 20 ലക്ഷം രൂപ ഇൻകം ഉണ്ട്. ഏതിലായിരിക്കും അയാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുക? ഏതിലായിരിക്കും? ഒന്ന് പറഞ്ഞേ. ഡിഫോൾട്ടില്. റിഫ പറയുന്നു ഡിഫോൾട്ടില്. ഇതാ ഏതിലായിരിക്കും? ഓൾഡ് സ്കീമിലാവോ അതോ ന്യൂ സ്കീം? ഡിഫോൾട്ടിലാണ്. ശ്രീഷ്മക്ക് ഓൾഡിലാണ്. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും? ഷിഗിലിനൊക്കെ എത്രയാണ്? ഏതിലാ ഓർമ്മ വരിക? അല്ല സോറി, ഏതിനാണ് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത്? ഓൾഡ് ആണോ ന്യൂ ആണോ? ഇതാരാ ഈ ലെനോവോ? ആരുടെ ആള്? ലെനോവോ ലെനോവക്കാരനില്ലേ? ഇല്ല. ഓണാക്കിച്ച് പോയതാണോ? ലെനോവിന്റെ ആള് ക്ലാസ്സിലില്ല, റിമൂവ് ചെയ്യണോ? നിക്കട്ടെ, നോക്കാം നമുക്ക്. ഇത് ലെനോവോ പേരെന്താടാ? നീ നിന്റെ പേരൊന്ന് മാറ്റിയ അവിടുന്ന്. ലെനോവോ എന്ന് മാറ്റിയിട്ട് നിന്റെ പേര് കൊടുക്കട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ ആള് ആരാണെന്നുള്ളത്. ഓക്കെ, സൂമില് പേര് മാറ്റുന്നത് അറിയില്ലേ? ഇന്നലെ ക്ലാസ്സിലുള്ള ആളായിരുന്നോ? സെറ്റിങ്സ് പോയിട്ട് നിന്റെ പേര് ചേഞ്ച് ചെയ്യട്ടോ, എന്നാലേ നമുക്ക് ഇന്നലെ അങ്ങനത്തെ ഒരു ഇത് കണ്ടില്ല ലെനോവോ.
ഓക്കെ, ഇനി നെയിം ചേഞ്ച് ചെയ്തിട്ട് എന്നാലും നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഓൾഡിലാണ് ഡിഫോൾട്ടിലാണ് എന്നുള്ള എല്ലാം ഉണ്ട്. സോ നമുക്ക് നോക്കാം, രണ്ടിൽ നമുക്ക് ചെയ്ത് നോക്കാം. 20 lakhs. സോ ഓൾഡ് ആണെന്നുണ്ടെങ്കിൽ എത്രയാ? 3 lakh, സോറി, ഓൾഡ് ആണെന്നുണ്ടെങ്കിൽ 2.5 lakhs വരെ ടാക്സ് വേണ്ട. നമ്മൾ പറഞ്ഞു 35 വേജ് എന്ന് പറഞ്ഞു വയസ്സ്. സോ 2.5 lakhs ആണെങ്കിൽ ടാക്സ് ഇല്ല. 2.5 to 5 lakhs എത്രയാ? 12,500, അഥവാ 5%. ക്ലിയർ? ദെൻ 5 lakhs to 10 lakhs വരെയുള്ള ആ 5 lakhsന് മുകളിൽ 20%. സോ 5 lakhs to 10 lakh 20% പറയുമ്പോൾ 1 ലക്ഷം. ദെൻ 10 lakhs above 30%, അല്ലെ? 30% എന്ന് പറയുമ്പോൾ ബാക്കി 10 ലക്ഷത്തിന് മുകളിൽ 30%, 3 ലക്ഷം. എത്രയായി? 3ഉം 1 4ഉം 12,500, 4,12,500 പ്ലസ് 4% സെസ്. എത്ര ഉണ്ടാടാ? 4,12,500 4% എത്രയാന്ന് പറഞ്ഞേ? 4,12,500 4%. 16,500. എത്ര? 16,500. ഓക്കെ, സോ അപ്പൊ ഇത് കൂട്ടിയാൽ എത്ര വരും? ഓക്കെ, ഇത് കൂട്ടിയാൽ എത്ര വരും? 4,12,500 16,500. 4,12,500 16, 4,28,500 അല്ലേ? അല്ല, 4,29 അല്ലേ? യെസ്. ഓക്കെ, ഇനി ഡിഫോൾട്ട് ആണെന്നുണ്ടെങ്കിലോ അപ് ടു 3 lakh വരെ ഇല്ല, നോ ടാക്സ്, നില്ല്. 3 to 7 ആ 4 lakhsന് മുകളിൽ 5%, അഥവാ 20,000. 7 to 10 ആ 3 lakhന്റെ മുകളിൽ 10%, 7 to 10 അഥവാ 30,000. 10 to 12 15%, ആ 2 lakhന്റെ മുകളിൽ 30,000. 12 to 15 എത്രയാ? 20%. അവിടെയുള്ള 3 ലക്ഷത്തിന് മുകളിൽ 20%, 60,000. ബാക്കി above 15 5 ലക്ഷത്തിന് മുകളിൽ 30%, സോ 1.5 ലക്ഷം. 1 60, 2 10, 2 30 60, 2 90. ഓക്കെ, പ്ലസ് 4% സെസ്. എത്ര പേരുടെ? അപ്പോ 4% സെസും കൂടെ കൂട്ടുമ്പോ എത്ര വരും? പറ. 290ന്റെ 4% എത്രയാ? 2,900 11,600. ഓക്കെ, അപ്പൊ ടാക്സ് ലയബിലിറ്റി 2,90 11 3,01,600 അല്ലേ? വിച്ച് വൺ ഈസ് ബെറ്റർ? എത്രയാ? ഏതാ? ഡിഫോൾട്ട് ആണോ അതോ ഓൾഡ് ആണോ? ഏതാടാ? ഇത് ഓൾഡ്, ഇത് ഡിഫോൾട്ട്, അഥവാ ന്യൂ. ഓക്കെ, നിങ്ങള് ന്യൂലാകെ 3,01,600 രൂപ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. മറ്റെടുത്തോ 4,29,000 ടാക്സ് കൊടുക്കണമായിരുന്നു. സോ ഡിഫോൾട്ട് ഈസ് ബെറ്റർ. അപ്പൊ നിങ്ങൾ നമ്മുടെ ഇൻകം ടാക്സ് എന്താ പറയുന്നത്? രണ്ടിലും നിങ്ങൾക്ക് നോക്കാം, എന്നിട്ട് നിങ്ങൾ ബെനിഫിറ്റ് ഉള്ളത് കൊടുത്താൽ മതി. ആരെങ്കിലും ഏറ്റെടുക്കുമോ? അത് ആരെങ്കിലും എടുക്കുമോ? കാരണം ഇതിപ്പോ 20 ലക്ഷത്തിന്റെ കേസ്, ഇനി ഏതിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ അല്ലേ വരിക? ഡിഫോൾട്ട് ആയിരിക്കും എന്ത്? ബെനിഫിറ്റ് ഉള്ളത്. സോ ഡിഫോൾട്ട് അല്ലാത്ത നമ്മുടെ ഓൾഡ് സ്കീം ആരെങ്കിലും ഏറ്റെടുക്കുമോ? അത് ഏറ്റെടുക്കോ ഇല്ലേ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇല്ല എന്ന് പറയാമെങ്കിലും ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ ഏറ്റവും അവസാന ചാപ്റ്റർ വരെ നമ്മൾ എന്ത് ചെയ്യണം? ഇരിക്കണം. ഓക്കെ, കാരണം ഇൻകം ടാക്സ് ഒരുപാട് ഡിഡക്ഷൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഒരുപാട് എക്സംഷൻസുകൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് റിലാക്സേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെ ചില കേസുകളിൽ ന്യൂക്ക് കിട്ടൂല, ചില ഓൾഡിൽ കിട്ടൂല, അങ്ങനെയൊക്കെ ഉണ്ട്. ന്യൂ ടാക്സിൽ എന്ത് ചെയ്യില്ല, അതായത് നമ്മൾ ഡിഫോൾട്ടിൽ എന്തുണ്ടാവില്ല, പല ഡിഡക്ഷൻസ് നമുക്ക് അവൈലബിൾ അല്ല. സോ ഓൾഡിൽ കിട്ടുന്ന പല ഡിഡക്ഷൻസ് ന്യൂവിൽ അവൈലബിൾ അല്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും?
ഓൾഡിൽ നമുക്ക് ഇൻകം കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്, പക്ഷെ അതൊന്നും ഡിഫോൾട്ടിൽ കിട്ടൂല. അപ്പൊ ഡിഫോൾട്ടിൽ ഹയർ ഇൻകത്തിന് മുകളിൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, അഥവാ നമ്മളെ ഓൾഡിൽ അത്ര ഇൻകം നമുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, നമുക്ക് ഒരുപാട് കുറക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരും ക്ലാസ്സുകളിൽ പഠിച്ച് പോയിട്ട് ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത്. ക്ലിയർ ക്ലിയർ. അപ്പോ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഇൻകം തരികയാണ്, സോ ഡിഫോൾട്ട് ആണ്, പ്രശ്നമൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവസാന ക്ലാസ് വരെ ഇരിക്കേണ്ടി വരും. ക്ലിയർ ഓക്കെ ആണല്ലോ. അപ്പോ ഓൾഡ് സ്കീമിൽ എന്തില്ല, ഏജ് കാറ്റഗറൈസ് ഇല്ല, ന്യൂ സ്കീമിൽ മാത്രമേ ഉള്ളൂ. ക്ലിയർ, സിമ്പിൾ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് ഉണ്ട്. സപ്പോസ് ഏജിന്റെ കേസിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ട്. 60 ഓൾഡ് സ്കീമിൽ അപ് ടു 60 വരെയുള്ള ആളുകൾ സിറ്റിസൺ ആണ്. ഇനി എന്നാ അയാൾക്ക് 60 തികയേണ്ടത്? നമ്മുടെ പ്രീവിയസ് ഇയറിൽ അയാൾക്ക് എന്ത് ചെയ്യണം, 60 വയസ്സ് തികയണം, എന്നാലേ അയാൾ എന്ത് ഉള്ളൂ, സീനിയർ സിറ്റിസന്റെ കാറ്റഗറിയിലോട്ട് പോവുള്ളൂ. നമ്മുടെ പ്രീവിയസ് ഇയറിൽ അയാൾക്ക് എന്ത് ചെയ്യണം, 60 വയസ്സ് തികയണം. ക്ലിയർ. ഇനി സപ്പോസ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്താടാ, 2024-25 അല്ലേ നമ്മളുടെ പ്രീവിയസ് ഇയർ. യെസ്. സോ 2025 ഏപ്രിൽ 1 അയാൾക്ക് 60 വയസ്സ് തികഞ്ഞു. അഥവാ ഏപ്രിൽ 1 എന്ത്, അയാളുടെ ബർത്ത്ഡേ. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഏപ്രിൽ 1, 2024 ഏപ്രിൽ 1 അയാൾക്ക് 59 വയസ്സായിട്ടുള്ളൂ. സോ 2025 ഏപ്രിൽ 1 എന്ത് ചെയ്തു, 60 വയസ്സ് തികഞ്ഞു. നമ്മുടെ പ്രീവിയസ് ഇയറിലാണോ? അല്ല, നമ്മുടെ അസസ്മെന്റ് ഇയറിലോട്ട് പോയി, നെക്സ്റ്റ് പ്രീവിയസ് ഇയറിലോട്ട് പോയി, ഒരു ദിവസം വൈകില്ലേ. സോ ഇങ്ങനെ ഏപ്രിൽ 1 ഒരാളുടെ ബർത്ത്ഡേ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത് മാർച്ച് 31 ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാ 60 വയസ്സ് തികയുന്നത് പോലെ നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആണോ? അപ്പോ മാർച്ച് 31 അഥവാ ഏപ്രിൽ 1 അയാൾ ജനിച്ചതെന്നുണ്ടെങ്കിൽ മാർച്ച് 31 അയാൾക്ക് 60 വയസ്സ് തികയും. കാരണം ഒരു ദിവസമാണ്, ഒരു ദിവസത്തിന് വേണ്ടി എന്ത് ചെയ്യണ്ട, കൂടുതൽ റിസ്ക് എടുക്കേണ്ടതാണ് ഇൻകം ടാക്സ് പറയുന്നത്. സോ ഏപ്രിൽ 1 ഒരാൾ ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, മാർച്ച് 31 അയാൾ എന്ത് ചെയ്യണം, 60 വയസ്സ് തികഞ്ഞത് പോലെ വേണം നമ്മൾ കാൽക്കുലേറ്റ്, അഥവാ നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 വയസ്സ് തികഞ്ഞത് പോലെ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ. അത് 80 വയസ്സിന്റെ കേസ് ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. ഓക്കെ, ഒരാൾക്ക് ഏപ്രിൽ 1 2025 ഏപ്രിൽ 1 അയാൾക്ക് എന്ത് ചെയ്യുന്നത്, 80 തികയുന്നത്. സോ 2025 മാർച്ച് 31 80 തികയുന്ന പോലെ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയറിലായിരിക്കും എന്ത്, അവർക്ക് ആ ഏജ് അവൻ അറ്റൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് കാറ്റഗറി മാറും. ക്ലിയർ, സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ സൂപ്പർ സീനിയർ സിറ്റിസന്റെ കാറ്റഗറിയിലോട്ട് എത്തും. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? സോ നിങ്ങൾക്കന്ന് നോട്ടിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, സ്ലാബ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ലാബുകളൊക്കെ. ഓക്കെ, സോ സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേടാ? പ്രശ്നമൊന്നുമില്ലല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. സോ നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ പറയും. ഓക്കെ, കാൽക്കുലേറ്റ്, ജസ്റ്റ് നോട്ട് ചെയ്യണേ. ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എക്സ് ഫോർ ദ ഫോളോയിങ് ഇൻകം ഏതൊക്കെയാ? ഒന്ന് 65 ലക്ഷം, മറ്റൊന്ന് 1,90,000, മറ്റൊന്ന് ഒറ്റ മിനിറ്റ് കേട്ടോ. എക്സ് എന്നൊരാള് 35 വയസ്സാണ്, 50 വയസ്സ് നോൺ റെസിഡന്റ്. എക്സാമ്പിൾ മാറ്റിക്കാട്ടെ. എക്സ് എന്ന ആള് 75 വയസ്സ് നോൺ റെസിഡന്റ്. ഓക്കെ, ഇയാൾക്ക് എന്തുണ്ട്, ഇൻകം ആയിട്ട് ഒരു 1,30,000 ഉണ്ട്, 9,90,000 ഉണ്ട്,
28,40,000 ഉണ്ട്. 1,75,00,000 ഉണ്ട്. ഓക്കെ, രണ്ട് സ്കീമിലും കാൽക്കുലേറ്റ് ടാക്സ് അണ്ടർ ബോത്ത് സ്കീം. ഓക്കെ, ബോത്ത് സ്കീമിലും വേഗം ടാക്സ് ലയബിലിറ്റി കണ്ടെത്തിയിട്ട് പറഞ്ഞേടാ. വേഗം ടാക്സ് ലയബിലിറ്റി എക്സ് ആണ് നമ്മുടെ അസസി, 75 ഏജ്, നോൺ റെസിഡന്റ് ആണ്, 1,30 ഉണ്ട് ഇൻകം. ഒരു കേസ് 9,90, ഒരു കേസ് 28,40,000, ഒരു കേസ് 1,75,00,000. രണ്ട് സ്കീമിലും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടോ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, എല്ലാവരും ഒന്ന് കമന്റ് ആക്കിയിട്ട് ഇടും പെട്ടെന്ന്. ഇപ്പൊ സമയം 7:15, 7:20 ആവുമ്പോഴേക്കും അതിനകത്തുള്ള സമയമല്ല ആവശ്യമുള്ളൂ, ജസ്റ്റ് കൂട്ടി വെക്കാനല്ലേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം 1,30, അപ്പൊ 1,30 നേരെ ടാക്സ് ഇല്ല, അങ്ങനെ എഴുതിക്കരുത്. അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, അപ് ടു 2.5 lakhs ടാക്സ് ഇല്ല, അങ്ങനെ തന്നെ എഴുതണേ. ഇനി അതേപോലെ 9,90 നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് 5 ലക്ഷം വരെ എത്തുന്ന സമയത്ത് എത്രയാണ് ടാക്സ്, 5 ടാക്സ്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ആ എമൗണ്ട് അങ്ങനെ എഴുതരുത്, ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ പോണം. അപ്പോ അപ് ടു 2.5 lakhs ടാക്സ് ഇല്ല, 2.5 to 5 lakhs അത്ര ശതമാനം, അല്ലെങ്കിൽ 3 to 5, അല്ലെങ്കിൽ 5 lakh വരെ ടാക്സ് ഇല്ല ഏത് സൂപ്പർ സീനിയർ ആവുന്ന സമയത്ത്. ആ രൂപത്തിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോകണം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, പോകണം. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം നിങ്ങൾക്ക് അറിയാം. എന്ത് 10 lakhsന് മുകളിൽ കയറി 30, അപ്പൊ കാൽക്കുലേറ്റർ ഇങ്ങനെ കൂട്ടി ലാസ്റ്റ് ഒറ്റ ഫിഗർ ആക്കിയിട്ട് നേരെ എഴുതി വെക്കരുത്, ആൻസറിന് ഒരു മാർക്ക് പോലും കിട്ടൂല. ഓക്കെ, സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോകണം. വേഗം ചെയ്യും. 7:16 7:20 ആവുമ്പോഴേക്കും ചെയ്യട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ആയി ആരേലും? കഴിഞ്ഞോ? മുസഫിർ എന്തായി? ഫസ്റ്റ് ഇത് ചെയ്തോടാ, 1:30 രണ്ട് സ്കീമിലും. ഫുള്ള് കംപ്ലീറ്റ് ആയോ ശ്രീഷ്മ? ഇല്ല സർ, കുറച്ചുകൂടെ ഉണ്ട്. വേഗം ചെയ്യ്.
കഴിഞ്ഞടാ എല്ലാവരും 10 മിനിറ്റായല്ലോ. എന്തായി? കംപ്ലീറ്റഡ് ആയി. ശ്രീഷ്മ കംപ്ലീറ്റഡ് ആയി. ദെൻ ബാക്കിയുള്ളവര് ജാബിറയും പിന്നെ നോക്കാം നമുക്ക്. 1:30 രണ്ട് സ്കീമിൽ എത്രയാടാ? 1:30 ജാബിർ പറഞ്ഞ 1:30 രണ്ട് സ്കീമിലും നില്ല്. ഓക്കെ, പിന്നെ രണ്ട് സ്കീമിൽ നില്ലാണ് നമുക്കറിയാം. 990 മുകളില് എത്രയാ പറ? 990 മുകളില് ഓൾഡ് സ്കീമിൽ എത്രയാ, ന്യൂ സ്കീമിൽ എത്രയാ? ഒരാള് പറഞ്ഞ്. ആ, ഓൾഡിൽ 1,14,920, ന്യൂലോ 31,200. ഓക്കെ, ദെൻ അടുത്തത് 28,40,000 രണ്ട് സ്കീമിലും വിട്, എഴുതി വിട്. കമന്റ് ന്യൂല് 5,63. ഓക്കെ, ദെൻ 1,75,00,000. ഓക്കെ, സോ ഇതന്നെയാണ് അവിടെ എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓൾഡ് സ്കീമില് സോറി 990 ഓൾഡില് 1,14,920, ന്യൂല് 31,200. ഓക്കെ, ഇവിടെ എക്സിന് 75 വയസ്സാണ്.
സോ നമ്മൾ ഏത് സ്കീം എടുക്കേണ്ടത്? 3 ലക്ഷം വരെ നില്ല് ആ രൂപത്തിലല്ലേ എടുക്കേണ്ടത്? ആണോടാ? അല്ല, ഏതാണ്? 2.5 ലാക്സിന്റെ ലിമിറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. കാരണം എന്താണ്? ഇയാള് നോൺ റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റിന് ഏജ് കാറ്റഗറൈസ് ഇല്ല, അല്ലെങ്കിൽ ഏജിന്റെ ബെനിഫിറ്റ് ഇല്ല. ക്ലിയർ? അപ്പോ എല്ലാപ്പോഴും 2.5 ലാക്സിന്റെ ലിമിറ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ. 28-40 മുകളില് ന്യൂല് 5.63 ഓൾഡില് 5.26. സോറി, ഓൾഡില് ന്യൂല് ഓൾഡില് 9.91 യെസ്. 28 വയസ്സ് 40 9.91, ന്യൂല് 5.63. ഓക്കെ. 1,75,00,000 മുകളിൽ ഓൾഡില് 5.26,500, എത്ര? 52,65,000, 51,37,600. ക്ലിയർ ആണോ? എല്ലാവർക്കും സെയിം ആൻസർ തന്നെയാണോ കിട്ടിയിട്ടുള്ളത്? സിമ്പിൾ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? തെറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അന്ന് എടുത്തതിൽ എവിടെയെങ്കിലും? ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ കാര്യമായിട്ട് നോക്കിയത് ടാക്സ് കാൽക്കുലേഷൻ ആണ്. പിന്നെ അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും സെയിം ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ആണ്. സോ ടാക്സ് കാൽക്കുലേഷൻ വെരി വെരി ഈസി ആണ്. ടാക്സ് കാൽക്കുലേഷൻസ് നിങ്ങൾക്കൊക്കെ എന്തായാലും നോട്ട് അയച്ചു തന്നിട്ടില്ലേ? നോട്ട് കിട്ടിയിട്ടില്ലേ? സോ ആ നോട്ടില് 2-3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആൻസർ അവിടെ തന്നെ ഉണ്ട്. സോ എന്നിരുന്നാൽ നിങ്ങൾ ആൻസർ നോക്കാതെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ അതിനൊക്കെ ആൻസർ ചെയ്ത് നോക്കിട്ടോ. 2-3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്ന് എടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടോടാ? ഇല്ല, എല്ലാം ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഓക്കെ. സോ നമുക്ക് ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് വിട്ടുന്ന നോട്ടിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അത് നോക്കേണ്ടി ചെയ്യേണ്ടി കേട്ടോ. ഓക്കെ. സോ നമുക്ക് ബാക്കി നാളെ കാണാം, നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.